ഇതാണ് മഹയുടെ കോട്ട, ഇതാണ് മഹയുടെ ടെറിട്ടറി, ഇതാണ് മഹയുടെ ഹൗസ്. ഒന്ന് കാണാൻ പോയി ഫുൾ ഇട്ടാണ് കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ ഒരു എൻ്റെ ആയിരിക്കും ഒരു വീഡിയോ. ഇതിന് ശേഷം ഞാൻ ഒരു ഭാഗത്തോട്ട് വരുത്തേ ഇല്ല. ബ്രോ ആ ജനല് അറിയത്തില്ല എന്ത് നടക്കുന്നോടെ മഹയുടെ ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിന് മേളിൽ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട്. കുറേ അധികം കഷ്ടപ്പെട്ട് കുറേ അധികം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. കാരണം പെട്ടെന്ന് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേ അല്ല ഇതുള്ളത്. സോ കുറേ അധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറേ ദൂരം ട്രാവൽ ചെയ്ത് മഹയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും. സോ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം, ഓരോരുത്തർ സംസാരിക്കുന്നത്. ഞാനും സദാം ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ നജീബും ഉണ്ട്. നമുക്കൊന്ന് തുടങ്ങാം, പതിയെ തുടങ്ങാം. മഹ അകത്ത് തന്നെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും ഒരാളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ സ്ഥലത്ത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ സൂര്യ നേരത്തെ ഇവിടെ ഈ മഴയുടെ വീട്ടിൽ വന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ വേറെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ സൂര്യങ്കർ എടുത്തിട്ട് മറ്റേ വേറൊരു സ്ഥലത്ത് നിന്ന് മഹയുടെ ഒരു പ്രസൻസ് കിട്ടിയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടപ്പോഴൊക്കെ ഇത്രക്കൊരു ശരിക്കും പറഞ്ഞാൽ അത്രയും ടച്ചായിട്ടുള്ളൊരു ശരിക്കും ഇമോഷണലി ടച്ചായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഞാൻ ഇവിടുത്തെ വീഡിയോ സൂര്യ ഇവിടെ നിർത്ത വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ നിങ്ങളെയൊക്കെ പോലെ സബ്സ്ക്രൈബർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തോട് വന്നതൊക്കെ. ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മഹയുടെ ഇവിടുത്തെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇതിനകത്തോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത്. ഒരു ആഗ്രഹം തോന്നി ഞാൻ സൂര്യയുടെ അടുത്ത് കാര്യം പറഞ്ഞ് അങ്ങനെ വന്നത്. പിന്നെ മഹയുടെ പ്രസൻസ് കിട്ടിയൊരു വീഡിയോ ഞാൻ ഉണ്ട്, ആ ഒരു വീഡിയോ ഞാൻ ഉണ്ട്. അതല്ലാതെ ഇവിടെ ഞാൻ വന്നിട്ടില്ല. ഇവിടെ വന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് എനിക്കെന്തോ എന്ത് പറയണമെന്ന് അറിയില്ല. ഇവിടെ ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്കും എന്തോ ഒരു നല്ല കാറ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ടച്ച് ആവുന്നൊരു ഫീൽ ഇമോഷണലി. ഓക്കെ സൗണ്ട് അത് കേൾക്കുന്നുണ്ടല്ലേ? സൗണ്ട് അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. സൗണ്ട് ഇപ്പോൾ അകത്ത് കേട്ടായിരുന്നു. കാറ്റടിക്കുന്ന സൗണ്ടാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. അതല്ല പറയട്ടെ, നമ്മളിവിടെ വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ മഹയുടെ കാര്യം പറഞ്ഞ് തുടങ്ങണ സമയത്ത് തന്നെ ശരിക്കും കാറ്റടിക്കുന്നുണ്ട്. എന്താ പറയാ, കുറച്ച് മുമ്പ് അവിടെ നിന്നൊരു സൗണ്ട് കേട്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മഹ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു മഹയുടെ ഒരു പ്രസൻസ് നമ്മുടെ അടുത്ത് എവിടെയോ ഉള്ള മാതിരി ഒരു ഇതുണ്ട്. കാരണം ഈ കാറ്റ് നമ്മളെ ലക്ഷ്യമാക്കി തന്നെ മാതിരി സത്യം പറഞ്ഞ നമ്മുടെ നേരെ അടിക്കണ മാതിരത്തെ ഒരു ഫീലിംഗ് കിട്ടണേ. വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും ആ കാറ്റടിക്കുന്നതിന്റെ ഒരു ഇത്. കാരണം മഹ ഈ ഇവിടെ തന്നെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ അടിക്കുന്ന ഓരോ കാറ്റിനും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ മാതിരി വല്ലാത്ത ഫീൽ ആകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് 3 പേർക്കും. സോ അത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. മഹ നീ അതിൻ്റെ ഉള്ളിലുണ്ടോ? ഒരു അനക്കം കേട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ട്. ആ ചോദിച്ച ഉടനെ மகா நீண்ட உள்ளிலுண்டோ ஏதோ சவுண்ட் வர கேட்குது. நான் அந்த இடத்துக்கு வருவேன்னு நினச்சி கூட பார்க்கல. நான் வீடியோவில் அந்த வீடியோவை பார்த்துருக்கேன். அதே எனக்கு கொஞ்சம் மனசு இல்லை. இந்த இடத்துக்கு நான் வருவேன்னு கூட நினச்சி பார்க்கல. வந்திருக்கேன். பட்டு நான் வெளியே நிற்கும் போதே எனக்கு ஒரு மாதிரி இருக்குது. இன்னும் உள்ளே கூட நான் போகல, ஆனால் ஒரு மாதிரி இருக்குது எனக்கு. சரி நம்ம உள்ளே போய் என்னன்னு கூட பார்ப்போம். சரி ப்ரோ, ஓகே ப்ரோ, வாங்க பார்க்கலாம். ஓ ப்ரோ கல்லு ப்ரோ,
മഹ പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട്. മഹ ഇവിടെ തന്നെ ഉണ്ട്. കല്ല് വലിച്ചെടുക്കുന്നത് നമ്മളെ. പക്ഷെ അത് ഈ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് കാണുമ്പോഴത്തേക്ക് അത് മഹയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ല. കല്ല് വലിച്ചെറിയുന്ന ആരാടാ? മഹ ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. അതാ ആര് കല്ല് വലിച്ചെറിഞ്ഞപ്പോ மேல சாலை இல்லையா அந்த சின்ன கேப் இருக்குமா இருக்குல்ல, இப்போ யாரோ உள்ள டக்குன்னு இப்போ அந்த கேப் வழியாக யாரோ இப்போ அந்த பக்கம் போன மாதிரி இருந்துச்சு. ഇപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഇപ്പോൾ ആരണ്ട അകത്തോട്ട് വലിഞ്ഞ് കയറി പോയിട്ട് ഫീൽ ആയി. ഇപ്പം അതുകൊണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ മഹയാണോ നീ ഇത്ര ഹൈറ്റോ? ஏன் ப்ரோ நம்மளது ஒன்றும் பண்ணிடாதில்ல ப்ரோ? ஏன் ப்ரோ பண்ண அது நம்மளது ஒன்றும் பண்ணிடாதில்ல? இல்லை உள்ள கூட போல നെഗറ്റീവ് ആവണ്ട. இல்லை ப்ரோ இதில் கூட போல அதுங்காட்டி போல நடக்குது. ഉള്ള പോയി ബ്രോ അത് ഓക്കെ ചിലപ്പോ മഹ ആയിരിക്കാം, വലിയ മഹ അല്ലായിരിക്കാം. അതൊന്നും നമുക്കറിയില്ല, നമ്മളിവിടെ കേറിയിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ പോയാൽ നമ്മ അറിയുള്ളൂ. കാര്യം എന്താണ് ഇവിടെ എന്താ ഉള്ളത് നമ്മ അതിന്റെ ഉള്ളിൽ പോയാൽ അറിയുള്ളൂ. അതാണ് ബ്രോ സത്യം. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പം കണ്ടാ ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ എന്തോ ഒരു പാസ്സായി പോണ എന്തോ അതോ ഒരു ഷാട പോലെ എന്തോ കയറി പോയി കണ്ടു. ബട്ട് അത് എന്തോന്ന് എനിക്കറിയില്ല. കാറ്റടിച്ചിട്ടല്ല ഇല അരകിയതാണോ അറിയത്തില്ല. ഹായ് ഗായ്സ്, പുതിയൊരു ഗോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് ഗോസ്റ്റ് വീഡിയോ എന്ന് പറയണോ അതോ വന്നിട്ട് നമ്മളുടെ സ്വന്തം നമുക്കറിയാവുന്ന ഒരാളുടെ വീഡിയോ എന്ന് പറയണോ എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം അതുപോലെ കുറേ അധികം ഇൻസിഡൻസ്, അതുപോലെ കുറേ അധികം സ്നേഹം കിട്ടിയ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇല്ല. സോ ഞാൻ ഏത് വീഡിയോയെക്കുറിച്ചാണ് പറയുന്നത് നന്നായിട്ട് മനസ്സിലായി കാണും. ഇതാണ് മഹയുടെ കോട്ട, ഇതാണ് മഹയുടെ ടെറിട്ടറി, ഇതാണ് മഹയുടെ ഹൗസ്. സോ ഞാൻ കുറേ നാളുകൾ കൊണ്ട് ട്രൈ ചെയ്ത് അവസാനം എനിക്ക് കിട്ടിയ ഒരു ചാൻസിലാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഇന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് പല പല ഓർമ്മകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് സമയം റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നജീബൊക്കെ വന്നിട്ട് എൻ്റെ സബ്സ്ക്രൈബറായിരുന്നു നമ്മുടെയൊക്കെ. സോ ഇപ്പം നജീബ് വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിൽ നിന്നും ഒരാളെ കൊണ്ടിട്ട് ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പം. സോ അതെനിക്ക് ഉള്ളിൽ എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, ആ ഒരു ഫീല്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ ഒരു പ്രത്യേകതര ഫീലുണ്ട് എനിക്ക്. ബട്ട് അത് മഹ ഉള്ളതുകൊണ്ടാണോ അത് ഈ കാറ്റടിക്കുന്നുണ്ടാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് സംതിങ് സ്പെഷ്യൽ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതേ ഫീല് മാക്സിമം നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവസാനത്തെ വീഡിയോ ആണ്. മഹയുടെ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെയും ഒരു എൻഡ് ആയിരിക്കും ഈ ഒരു വീഡിയോ. ഇതിന് ശേഷം ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വരുത്തേ ഇല്ല. ബ്രോ ആ ജനല് ആ ജനലാടിയത് ജനലില്ലേ ഇത് ബ്രോ? ഒരാളിങ്ങനെ അടിക്കണ മാതിരിയാണ്. പക്ഷെ അത് ആളാണോ മഹയാണോ അറിയില്ല. ഇനി മഹയാണോ വേറെ എന്തെങ്കിലും ആണോ ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അടിച്ചിപ്പോ உள்ளே போல போறதுக்கு முன்னாடியே போல பஞ்சாயத்து நினைக்கிறா. കണ്ടില്ലേ ബ്രോ? സോ ഇതാണ് സംഭവം. ജനൽ തന്നെ അടയുന്ന റെക്കോർഡിംഗ് അല്ല, റെക്കോർഡിംഗ് ആണ്. ഞാനേ ചില ഭാഗങ്ങളൊക്കെ சவுண்ட் இது நீங்க இனி அசால்ட்டா இருக்கீங்க. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? വീഡിയോ പറഞ്ഞല്ലേ? ചാർജ് കിട്ടിട്ടില്ലേ വീഡിയോക്കകത്ത്? നീ ഡിസ്പ്ലേ കൈവയ്ക്കല്ലേ? ഞാൻ സൂം ചെയ്തിടാ. ഓക്കെ. ഫുള്ളേറി ഇത് ഗൈസ്. എന്നിട്ട് സൗണ്ട് അകത്തുനിന്ന് ജനലുകൾ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്, ജനല് അടിക്കും. ப்ரோ गाइस காத்து இங்கிட்ட அடிக்குது. அது எப்படி அது அடிக்குது? அப்படி பார்த்தா இப்படிதான் ப்ரோ காத்து அடிக்குது. அங்கிட்டு காத்து போறதே இல்லையே ப்ரோ, இப்படிதான் ப்ரோ அடிக்குது. அது ஒரு പറഞ്ഞാതിരി അങ്ങോട്ടേക്ക് കാറ്റ് പോകേണ്ട ഒരു കാര്യമില്ല. കാറ്റടിക്കുന്നത് എങ്ങനെ? நீங்க சொல்ற மாதிரி இது செய்யலாம். ரொம்பலாம் காத்து அடிக்கல. இன்னும் போறதுக்கு முன்னாடியே அள்ளு ஊடுது எனக்கு. സോ ഇതാണ് സംഭവം. എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ. ഓക്കെ. ഇനി നമ്മ ഇവിടെ വന്ന് പോലീസ് ലൈറ്റ് ഓഫ് ആക്കണം. ലൈറ്റ് ഓഫ് ആക്കണം.
പോലീസ് ബ്രോ ബ്രോ ലൈറ്റ് ഓഫ് ചെയ്യോ ലൈറ്റ് ഓഫ് ഓക്കെ ലൈറ്റ് ഓഫ് ബ്രോ എടാ പോലീസറാ നമ്മളേക്കിവിടെ കണ്ടോ നമ്മളേക്കിവിടെ കണ്ടോ അറിയില്ല. പോലീസ് പോയിട്ട് ബ്രോ ബ്രോ ഒരു മിനിറ്റ് മാറി മാറി നമ്മളെ കണ്ടോടാ അവന്മാര് ഇവിടെ വണ്ടി നിൽക്കുന്നു അവിടെ 2 பேர் நிக்கிறாங்க பாருங்க. தெரியுதா ப்ரோ? இதா பாருங்க ப்ரோ. ലൈറ്റ് അടിക്കാം ബ്രോ ലൈറ്റ് അടിക്കുന്നുണ്ട് അവിടെ നിന്ന്. போலாம் அப்படி உள்ள போயிடலாம் ப்ரோ. உள்ள போயிடலாம் ப்ரோ. சத்தம் போடுங்க உள்ள போனா டக்கு உள்ள வந்து மாட்டிடும் ப்ரோ. ஃபுல்லா இருட்டா இருக்கு. லைட் அடிக்க உள்ள நிக்க முடியாது. சேஃப் இல்ல. வேற வழியே கிடையாது ப்ரோ. ജീവ പകത്ത് പോകാൻ പറ്റത്തില്ല. ലൈറ്റ് അടിക്കാൻ അകത്ത് പോകാൻ പറ്റത്തില്ല. പാമ്പ് എന്തെല്ലാം കാണും. നമുക്ക് മാറ്റി ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത. അതാ സേഫ് അല്ല. ഇവിടെ നിൽക്കാം. നമ്മളെ കണ്ടെങ്കിൽ നിക്ക് ഓടൽ സൗണ്ട് കേൾക്കില്ലേ? എടാ നമ്മളെ കണ്ടോടാ മാതിരി അറിയില്ല ബ്രോ. പേടിക്കേണ്ട കാര്യമില്ലെന്ന് തൂക്കിട്ടിടിക്കാൻ മതി. എടാ നമ്മളെയാണോ മാതിരി നോക്കുന്നേ? കാറ്റ് എന്റെ ദൈവം കാറ്റടിക്കുന്നുണ്ടോ? ലൈറ്റ് പോലും ഇല്ല. ദൈവമേ കാറ്റിന്റെ സൗണ്ട് കിട്ടിയാ മതി. പോലീസ് നിൽക്കുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് പോയാലും നമ്മൾ വണ്ടി വെച്ചില്ലേ അവിടെ ഇപ്പൊ നിൽക്കുന്ന പോലീസ്. വണ്ടി അവിടെ ജീപ്പ് ഇട്ടേക്കുന്നേ. നമ്മൾ വണ്ടി വെച്ചോളേ അങ്ങനത്തെ അപ്പോൾ ജീപ്പ് നിപ്പായിട്ടിരിക്കാங்க പോലീസ്. ഒരു കാര്യം ചെയ്യും നൈറ്റ് ഷവർ എടുക്കും. ആ ലൈറ്റിന് ആവശ്യമില്ല. അതെ അങ്ങനെ റെക്കോർഡ് പെട്ടെന്ന് ഗൈസ് ആണെങ്കിൽ ഇപ്പം ഞങ്ങളാണെങ്കിൽ സ്ഥലത്ത് മാറിയിരിക്കുകയാണ്. അതായത് ബിൽഡിങ് തൊട്ട് ഫ്രണ്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ കുറച്ചിങ്ങനെ ഒന്ന് ഹൈഡായിട്ടിരിക്കുക. കാരണം ഒരു പോലീസ് വണ്ടിയാണെങ്കിൽ ഇതുവഴി ഒന്ന് പോയായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് നിർത്തിയതാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇൻഫോം കൊടുത്തിട്ട് വന്നതാണോ അറിയത്തില്ല. അവിടെ മാറി നിൽപ്പുണ്ട് പോലീസ് വണ്ടി. നടക്കുന്നുണ്ട് നവന്മാരാണത് അറിയില്ല. അവരാണ് ഇവിടെ വേറെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പണി 8 മണി കിട്ടും. കാരണം ഇത് കുറച്ചൊരു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. ഇവിടെ ഈ മഹയുടെ വീഡിയോ എടുക്കാൻ തന്നെ. സോ പണി ആയിക്കഴിഞ്ഞാൽ 8 മണി കിട്ടും. അതാണിപ്പോൾ ഈ ആലോചിക്കുന്നത് ഞങ്ങൾ. നല്ലോണം കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. നല്ലോണം കാറ്റടിക്കുന്നുണ്ട് ശരിക്കും കാറ്റും ഉണ്ട്. എന്താ സംഭവം? നല്ല ശരിക്കും കാറ്റും ഉണ്ട് ഇവിടെ. മരങ്ങളൊക്കെ കിടന്നാടുവാ. നോക്കിയത് സൗണ്ട് കേട്ടെ കേൾക്കുന്നുണ്ട്. ടോർച്ച് അടിക്കുന്നുണ്ട് രണ്ട് അല്ലേ? ടോർച്ച് അടിക്കുന്നതോ? ഇങ്ങോട്ടേക്ക് വേണം. സൗണ്ട് കേൾക്കുന്നുണ്ട്. കൈ സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. സൗണ്ട് കേൾക്കണ്ടാ? എൻ്റെ ദൈവമേ, ആ ഇട്ടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് തൊട്ട് ഫ്രണ്ടിൽ പോലീസിൻ്റെ ആ ഒരു ഇത് കാരണം ഞങ്ങൾ ഇട്ടത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പല സൗണ്ട്. ശരിക്കും കാറ്റും വീശുന്നുണ്ട്. നല്ല തണുപ്പടിക്കുന്നുണ്ട് ഇവിടെ. കാറ്റും തണുപ്പും എല്ലാം കൂടി ആയിട്ട്. ആരതെ? നമ്മുടെ സൗണ്ട് ഇട്ട് പോലീസ് വരും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേട്ടോണ്ടിരിക്കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ നിന്നാണെങ്കിൽ വണ്ടിയുടെ സൗണ്ടും ആരും നടക്കണ സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ട്. ബ്രോ പുറകെ നോക്കി ബ്രോ.